കൊലപാതകം നമ്മുടെ രീതിയല്ല, അത് പിണറായിസത്തിൻ്റെ രീതിയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഇത്തവണ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് സത്യമായിരുന്നു അല്ലേ? ജനാധിപത്യത്തിൽ ജയം തീരുമാനിക്കുന്നത് ആശയങ്ങളും നിലപാടുകളുമാണ്, ആൾബലമല്ല. അധികാരത്തിലെത്തുന്നതുവരെ കരിങ്കൊടി ചെങ്കൊടിയോടൊപ്പം തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള CPM-ൻ്റെ ഭരണകർത്താവ് കടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കരിങ്കൊടി കാണിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തലയടിച്ച് പൊട്ടിക്കുകയാണ്. ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ തെരുവിൽ വിവസ്ത്രമാക്കപ്പെടുന്ന 10 വർഷങ്ങളാണ് പിണറായി വിജയൻ സംഭാവന ചെയ്തത്. ജനാധിപത്യത്തിൻ്റെ ഭംഗി ഇതാണ്. മുഖ്യമന്ത്രിയുടെ ആ ഗൺമാൻ AD തോമസിൻ്റെ മുമ്പിൽ സല്യൂട്ട് അടിപ്പിക്കും. നമ്മുടെ AD തോമസ് മറക്കാൻ പറ്റുന്ന മുഖമല്ല, മറക്കാൻ പറ്റുന്ന പേരല്ല. അദ്ദേഹത്തിന് ഇന്നലെ ഒരു മധുര പ്രതികാരത്തിൻ്റെ രാവായിരുന്നു. നവകേരള യാത്രക്കിടയിൽ നടന്ന രക്ഷാപ്രവർത്തനം നമ്മൾ ആരും മറന്നിട്ടില്ല. ചെടിച്ചട്ടി കൊണ്ടും കുറുവടി കൊണ്ടുമുള്ള രക്ഷാപ്രവർത്തനം കേരള ജനത ആദ്യമായി കാണുന്നതാണ്. അത്തരം ഒരു രക്ഷാപ്രവർത്തനത്തിൽ പൊട്ടി രക്തമൊലിക്കുന്ന തലയുമായി നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് തോന്നുന്നു മുക്കോ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇന്ന് അദ്ദേഹം വലവീശി പിടിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ MLA സ്ഥാനമാണ്. അതൊരു മധുര പ്രതികാരം കൂടിയാണ്. ആ പ്രതികാരത്തെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ യാദൃശ്യമായിട്ട് ഓർത്താണ്, ക്രിസ്തു ശിഷ്യന്മാരെ കണ്ടെത്തുന്നത് മുക്കുവരിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും ചുങ്കക്കാരിൽ നിന്നൊക്കെയാണ്, തെരുവിൽ നിന്നാണ്, കടലോരത്തു നിന്നാണ്. ക്രിസ്തു വലയെറിഞ്ഞിട്ട് മീൻ കിട്ടാതെ വേവലാതിപ്പെടുന്ന മനുഷ്യരോട് പറയുന്നുണ്ട്, വാ എൻ്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന്. അതുപോലെ AD തോമസ് അതെ, ഈ രാജ്യത്ത് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുമ്പോൾ ആ സങ്കടങ്ങൾ കേൾക്കാതെ നാട്ടിലെ രാജാവ് 1,05,00,000 ആഡംബര വാഹനത്തിൽ കക്കൂസും ചുറ്റും തിരിയും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ലിഫ്റ്റുള്ള ബസ്സാണ്, ലിഫ്റ്റുണ്ട്, ഹൈഡ്രോളിക് ലിഫ്റ്റുണ്ട്, എല്ലാ സംവിധാനങ്ങളുമായിട്ട് 360 ഡിഗ്രി തിരിയുന്ന കസേര, സഞ്ചരിക്കുന്ന കക്കൂസ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, മന്ത്രിമാരോടൊപ്പം വടക്കുന്ന് തെക്കോട്ടുള്ള യാത്ര നടത്തുമ്പോൾ ജനകീയ വിഷയം ഉന്നയിച്ച് സമരം ചെയ്ത ആ ചെറുപ്പക്കാരൻ വഴിയുടെ ഓരത്ത് നിന്നുകൊണ്ട് കരിങ്കൊടി കാണിക്കും. അന്ന് അധികാരത്തിലെത്തുന്നതുവരെ കരിങ്കൊടി ചെങ്കൊടിയോടൊപ്പം തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള CPM-ൻ്റെ ഭരണകർത്താവ് കടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കരിങ്കൊടി കാണിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തലയടിച്ച് പൊട്ടിക്കുകയാണ്. മധുര പ്രതികാരം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ വിചാരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ ഈ AD തോമസിൻ്റെ മുമ്പിൽ സല്യൂട്ട് അടിക്കുന്ന ഒരു നാൾ വരുമെന്ന് ആളുകളൊക്കെ അന്ന് പറയും. ജനാധിപത്യത്തിൻ്റെ ഭംഗി ഇതാണ്. മുഖ്യമന്ത്രിയുടെ ആ ഗൺമാൻ AD തോമസിൻ്റെ മുമ്പിൽ സല്യൂട്ട് അടിപ്പിക്കും. അത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പ്രതികാരമാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ആകെ ചെയ്യാവുന്ന പ്രതികാരം ചൂണ്ടുവിരൽ കൊണ്ട് വോട്ട് ചെയ്യുന്നത് മാത്രമാണ്. നമുക്ക് CPM-കാരെ പോലെ തിരിച്ച് അവരെ തലയടിച്ച് പൊട്ടിക്കാനോ അല്ലെങ്കിൽ വെട്ടിക്കൊല്ലാനോ TP ചന്ദ്രശേഖരൻ ചെയ്ത പോലെ കുത്തിക്കൊല്ലാനോ വെടിവെച്ച് കൊല്ലാനോ ഒന്നും പറ്റില്ലല്ലോ. കൊലപാതകം നമ്മുടെ രീതിയല്ല, അത് പിണറായിസത്തിൻ്റെ രീതിയാണ്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ശക്തമായ പ്രതികാരമാണ് AD തോമസിന് സല്യൂട്ടടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ്റെ ചിത്രം. കേരളം ഈ രാജ്യത്തിനും ഈ നാടിനും കൊടുക്കുന്ന ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ദൃശ്യവൽക്കരണമായിരിക്കും അത്. AD തോമസിനെ സല്യൂട്ടടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ. ആ ചെറുപ്പക്കാരൻ്റെ തലപൊട്ടി ഒലിച്ച ചോര, ആ ചെറുപ്പക്കാരൻ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾ, ജയിൽവാസം, ആക്ഷേപങ്ങൾ, അക്രമങ്ങൾ, അതിനെല്ലാമുള്ള പരിഹാരമാണ് നിയമസഭയിൽ AD തോമസിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന കസേര. ജനാധിപത്യത്തിൻ്റെ സിംഹാസനമാണത്. ഇനി നമുക്ക് ഇത്രയും മണ്ഡലങ്ങളിൽ കൂടെ കടന്നു പോയപ്പോൾ അമ്പലപ്പുഴ കൂടി കടന്നു ചെല്ലാതെ, അല്ലെങ്കിൽ ആലപ്പുഴ കൂടി കടന്നു ചെല്ലാതെ പൂർണ്ണമാവില്ല. കണ്ണൂർ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത രണ്ടാമത്തെ കോട്ട. പുന്നപ്ര വയലാർ സമരങ്ങളൊന്നും തന്നെ നമ്മൾ മറന്നിട്ടില്ല. വലിയ ചുടുകാട് നിൽക്കുന്ന മണ്ഡലത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിച്ചു എന്ന് തന്നെ പറയണം. G. സുധാകരൻ്റെ ഒരു തിരിച്ചിറക്കം, പാർട്ടിയിൽ നിന്നും G. സുധാകരൻ ഇറങ്ങുന്നു, UDF സപ്പോർട്ട് കൊടുക്കുന്നു. അന്ന് G. സുധാകരനെ പുച്ഛിച്ചവർ, കുലംകുത്തിയെന്ന് തള്ളിപ്പറഞ്ഞവർ ഇന്ന് കരയുകയാണ്. അദ്ദേഹം അടിച്ച അടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് പറഞ്ഞ സുനാമിയേക്കാൾ മേലെ ഒരു മെഗാ സുനാമിയെ അടിക്കുന്നു. അതിൻ്റെ അലയടികൾ ആലപ്പുഴ മുഴുവൻ ചിതറുമ്പോൾ
തകർന്ന് വീണത് CPM കോട്ടകൊത്തളങ്ങളാണെന്ന് ഉറപ്പിച്ചതിനെ പറയേണ്ടി വരും. ശരിക്കും ഈ ജി സുധാകരന് കൊടുത്ത സപ്പോർട്ട് അത് മുൻകൂട്ടി കണ്ടിരുന്നു. ഈ ജി സുധാകരൻ എന്ന് പറയുന്ന പഴയ സഖാവിലൂടെ ആലപ്പുഴയിലെ കോട്ടകൊത്തളങ്ങൾ തകർന്നു വീഴുമെന്നുള്ള ഒരു മുൻകൂട്ടി അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു? അല്ല, ജി സുധാകരൻ്റെ വരവോടുകൂടി മാത്രമല്ല, അതിനു മുമ്പേ കേരളത്തിലെമ്പാടും UDF അനുകൂലമായ ഒരു തരംഗമുണ്ടെന്നും പിണറായിസത്തിന് എതിരായിട്ടുള്ളൊരു വികാരമുണ്ടെന്നും സർക്കാർ വിരുദ്ധതയുണ്ടെന്നും CPM പോലെ ഒരു പാർട്ടി കമ്മ്യൂണിസത്തിൽ നിന്ന് കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് അതിൻ്റെ പടുകുഴിയിലേക്ക് തള്ളപ്പെട്ടു എന്നുള്ള കൃത്യമായ റീഡിങ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന് ആക്കം കൊടുക്കുന്ന രീതിയിലാണ് ജി സുധാകരൻ്റെ വരവ്, അതുപോലെ TK ഗോവിന്ദൻ്റെ, അതുപോലെ കുഞ്ഞികൃഷ്ണൻ്റെ പയ്യന്നൂരിലെ വരവ്. അങ്ങനെ കേരളത്തിലെമ്പാടും ഒരുപാട് സഖാക്കന്മാർ CPM വിട്ട് പുറത്തേക്ക് വരികയും കോൺഗ്രസിലേക്ക് UDFിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ കൂടി എളുപ്പമായി എന്നുള്ളതാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഭൂമിയാണ് ആലപ്പുഴ. അവിടെയാണ് P കൃഷ്ണപിള്ളയുടെ സ്തൂപം അടിച്ചു തകർത്ത നേതാക്കന്മാരെ CPM തന്നെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടായതുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ കാരണം പിണറായിലെ പാറപ്പുറത്തുണ്ടായ പാർട്ടി പിണറായി വിജയൻ്റെ കുടുംബത്തോടു കൂടി അവസാനിക്കപ്പെടുക എന്നുള്ളതാണ്. ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ തെരുവിൽ വിവസ്ത്രമാക്കപ്പെടുന്ന 10 വർഷങ്ങളാണ് പിണറായി വിജയൻ സംഭാവന ചെയ്തത്. അമ്പലപ്പുഴയിലെ ജി സുധാകരൻ്റെ വിജയം മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെ ആകമാനം UDF സ്ഥാനാർത്ഥികളുടെ വിജയം, UDFന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം, കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ തകർക്കപ്പെടുന്നത്, ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത് ജി സുധാകരൻ്റെ കൂടെ അധികം ആളുകളെയൊന്നും നമ്മൾ കണ്ടില്ല. ഇല്ല. ജനാധിപത്യത്തിൽ പ്രത്യേകിച്ച് ഇന്ന് ജയം തീരുമാനിക്കപ്പെടുന്നത് നിലപാടുകളും ആശയങ്ങളും ആണ്, ആൾബലമല്ല. അതെ. കുഞ്ഞികൃഷ്ണൻ എത്ര ശാന്തനായാണ് രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്ത മധുസൂദനെ സംരക്ഷിക്കുന്ന CPMൻ്റെ ഉന്നത നേതാക്കന്മാർക്കുമെതിരെ സംസാരിച്ചുകൊണ്ട് ഇറങ്ങി നടന്നത്. ആ മനുഷ്യനെ വേട്ടയാടിയില്ലേ അവര്? അയാളുടെ പേരെഴുതിയ ചുമര് പോലും പൊളിച്ചു കളഞ്ഞില്ലേ? കൂടെ പോയ ആളുടെ ബൈക്ക് കത്തിച്ചില്ലേ? പുസ്തകം ഏറ്റുവാങ്ങിയ ആളുടെ വീട്ടുപടിക്കൽ റീത്ത് വെച്ചില്ലേ? എത്ര ശാന്തനായിട്ടാണ് കുഞ്ഞികൃഷ്ണൻ ഇറങ്ങി നടന്ന് മനുഷ്യരിലേക്ക് ഇറങ്ങി നടന്ന് വോട്ട് പിടിച്ച് പയ്യന്നൂരിലെ പാർട്ടി കോട്ട പുലർത്തിയ MLA ആയി മാറിയത്. സ്വതന്ത്ര MLA ജി സുധാകരൻ്റെ കൂടെ ഞാൻ അധികം CPMകാരൊന്നും ഇറങ്ങി വരുന്ന കണ്ടില്ല. TK ഗോവിന്ദൻ്റെ കൂടെ അധികം CPMകാർ ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയപ്പോൾ ഇവർ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ഭാര്യ, പാർട്ടി മെമ്പറായിട്ടുള്ള ഭാര്യ TK ഗോവിന്ദനോടൊപ്പം പോയപ്പോൾ ഇവർ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയോട് ഏറ്റുമുട്ടിയിട്ടാണ് TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്കെതിരെ മത്സരിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. ഗോവിന്ദ യുദ്ധമായിരുന്നു. അതെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനാധിപത്യത്തിൽ ജയം തീരുമാനിക്കുന്നത് ആശയങ്ങളും നിലപാടുകളുമാണ്, ആൾബലമല്ല. ആൾബലമായിരുന്നെങ്കിൽ പിണറായി വിജയൻ്റെ വിഭാഗം ജയിക്കണമായിരുന്നു. അവർക്ക് ഒരുപാട് ആളുകളുണ്ട് റോട്ടിൽ അടിയുണ്ടാക്കാൻ, അക്രമം നടത്താൻ, ബൂത്ത് പിടിക്കാൻ, കള്ളവോട്ട് ചെയ്യാൻ, തിണ്ണമിടുക്ക്, അധികാരത്തിന്റെ തിണ്ണമിടുക്കുള്ള ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾ ഭരിക്കുന്നു. ഇപ്പുറത്ത് ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത മലപ്പട്ടം പോലുള്ള സ്ഥലത്താണ് TK ഗോവിന്ദൻ ലീഡ് ചെയ്യുന്നത്. ബൂത്തിൽ പോയി ഒരു വോട്ട് ചെയ്യാൻ കതർ കുപ്പായം ഇടാൻ അനുവദിക്കപ്പെടാത്ത മനുഷ്യർ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ ജയിപ്പിക്കുകയാണ്. അതുപോലെ അമ്പലപ്പുഴയിൽ സുധാകരൻ. അങ്ങനെ എണ്ണി നോക്കിയാൽ കേരളത്തിലെമ്പാടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഫാത്തിമ തഹ്ലിയയുടെ വിജയം, LDFൻ്റെ കൺവീനറാണ് തകർക്കപ്പെടുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ അവിടെ വൻ പരാജയം ഏറ്റുവാങ്ങുന്നു. എല്ലാ രീതിയിലും അവർ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചിട്ടുണ്ട്. ജാതി മത വർഗീയ കക്ഷികളെ ഉപയോഗിച്ചിട്ടുണ്ട്. വർഗീയവാദത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രീണന തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. സകല കോർപ്പറേറ്റുകളുടെയും പിന്തുണ വാങ്ങിയിട്ടുണ്ട്. സകല മാധ്യമ സ്ഥാപനങ്ങളുടെയും മാധ്യമ സഖാക്കന്മാരുടെയും പിന്തുണ വാങ്ങിയിട്ടുണ്ട്. ജനങ്ങളുടെ മാൻഡേറ്റിനെ വൈകുന്നേരം ഇരുന്ന് ഒറ്റ മണിക്കൂർ കൊണ്ട് അതൊക്കെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ കള്ളപ്രചരണം നടത്തുന്ന മാധ്യമ സഖാക്കന്മാരെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാം സുരക്ഷിതവും സുഭിക്ഷവുമാണെന്ന് ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറമാണ് ജനങ്ങളുടെ തീരുമാനം. പാർട്ടി കോട്ടയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുമ്പോൾ ആവേശത്തോടെ ചൂണ്ടുവിരലമർത്തുന്ന മനുഷ്യർ തൊട്ടിപ്പുറത്ത് കാണുന്ന കൈപ്പത്തിയിൽ വിരലമർത്തുന്ന രീതിയിലേക്ക് പിണറായി വിജയൻ്റെ പാർട്ടിയെ വെറുത്തുപോയി. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഇത്തവണ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് സത്യമായിരുന്നു അല്ലേ? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള മുഴുവൻ മനുഷ്യരും കോൺഗ്രസിനെ വോട്ട് ചെയ്തത്.
അതുകൊണ്ടാണ് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുന്നത്. ഈ ഭൂരിപക്ഷത്തിൽ പലപ്പോഴും UDF സ്ഥാനാർത്ഥികൾ തമ്മിലൊരു മത്സരമുള്ളതുപോലെ ഇന്നലെ നമ്മൾ കണ്ടത്. ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഭൂരിപക്ഷത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ര വലിയ ഭൂരിപക്ഷം നൽകുന്നത് LDF പ്രവർത്തകരാണ്. ഞാൻ വിചാരിക്കുന്ന അവരുടെ പ്രകടനത്തിന് പോയിട്ടുള്ള മനുഷ്യർ പോലും പോളിംഗ് ബൂത്തിലെത്തി കോൺഗ്രസിനും UDF വോട്ട് ചെയ്തതെന്ന്. അല്ലെങ്കിൽ ഇത്ര വലിയ വിജയം വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആൾബലം, അധികാരത്തിൻ്റെ തിണ്ണമെടുക്കുക എല്ലാം അപ്പുറത്തായിരുന്നു. ഇപ്പുറത്ത് നിസ്വരായിട്ടുള്ള കുറേ പാവപ്പിടിച്ച മനുഷ്യർ, പണമില്ലാത്ത, 10 വർഷമായിട്ട് അധികാരമില്ലാത്ത, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന, രാജ്യത്ത് പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന, എല്ലാ രീതിയിലും വേട്ടയാടലുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, UDF പ്രവർത്തകർ ഇപ്പുറത്ത് വെയിൽ കൊണ്ട് നിൽക്കുന്നു. അപ്പുറത്ത് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ തണൽ പറ്റി നിൽക്കുന്ന തിണ്ണമെടുക്ക് മാത്രമുള്ള തെമ്മാടികളുടെ ഒരു വലിയ കൂട്ടത്തിൻ്റെ മുമ്പിൽ ഈ പാവപ്പെട്ട മനുഷ്യർ ജയിച്ച് കയറുന്നത് കാണുന്നത്. ഈ പാവപ്പെട്ടവൻ്റെ ഒപ്പമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എന്താ കമ്മ്യൂണിസം? വേർക്കുന്നവൻ്റെ, മഴ നനയുന്നവൻ്റെ, വെയിൽ കൊള്ളുന്നവൻ്റെ, പാടത്ത് പണിയെടുക്കുന്നവൻ്റെ, കാല് വിണ്ട് കീറിയവൻ്റെ, സാധാരണക്കാരൻ്റെ, വേർത്തൊട്ടിയ കുപ്പായവുമായിട്ട് വീട്ടിൽ വന്നു കയറുന്ന, ഒരു നേരത്തിന് അന്നത്തിന് മുട്ടുണ്ടാകുന്ന പാവപ്പെട്ടവൻ്റെ, പെൻഷൻ നിഷേധിക്കപ്പെടുന്നവൻ്റെ, ക്ഷേമനിധികൾ നിഷേധിക്കപ്പെടുന്നവൻ്റെ, ആശുപത്രിയിൽ ചെന്ന് കത്രികയുമായിട്ട് വീട്ടിൽ വരുന്ന മനുഷ്യരുടെ, ഇതെല്ലാം കഴിഞ്ഞിട്ടും ആക്ഷേപിക്കപ്പെടുന്ന സാധാരണക്കാരുടെ പക്ഷം. യഥാർത്ഥ സഖാക്കന്മാർക്ക് ആ പക്ഷത്തെ നിൽക്കാൻ പറ്റുള്ളൂ. യഥാർത്ഥ ഇടതുപക്ഷം കേരളത്തിലെ UDF ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് കേരളത്തിലെ യഥാർത്ഥ സഖാക്കന്മാർ, നല്ല സഖാക്കന്മാർ, നല്ല കമ്മ്യൂണിസ്റ്റുകൾ UDF വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു.